നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന സിനിമയാണ് പൊന്മാൻ. പക്ഷേ ഇത് നോവലിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്നതാണെങ്കിലും സിനിമാറ്റിക് ലെവലിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോവലിൽ നിന്ന് കുറച്ച് വ്യത്യാസമൊക്കെ സിനിമയ്ക്കുണ്ടാവും. എന്തായാലും ആ നോവല് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്ത് നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ കാണാനാകും. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. ഞങ്ങൾ എല്ലാ സിനിമകളുടെയും റിവ്യൂ, സത്യസന്ധമായ റിവ്യൂ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സ്വർണത്തെ ബേസ് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്ന സിനിമയാണ് പൊന്മാൻ. ഈ പൊന്മാനിൽ പൊന്നെന്നത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഒരു സമ്പന്നൻ്റെ വീട്ടിൽ ഒരു മാരേജ് നടക്കണമെങ്കിൽ അവർക്ക് സാമ്പത്തികമായി പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സമ്പന്നരാണല്ലോ. പക്ഷേ പാവപ്പെട്ടവരുടെ വീട്ടിൽ അങ്ങനെയല്ല. പണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, സ്വർണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, വലിയ ബുദ്ധിമുട്ടുകളാണ് അവർക്ക് മാരേജിന് മുമ്പും മാരേജിന് ശേഷവും. അത് ഈ സിനിമയിൽ ശരിക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെയും ആ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ ഈ സിനിമയിൽ ആ സ്വർണവുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അതിൽ ഒരുപാട് ത്രില്ലിങ്, ഭയങ്കര ഒരു ഭീകരതയൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ സിനിമ 100% വിജയമാണ്. 100% വിജയമാണ്. കാരണം സ്വർണം എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് ചെകുത്താനാണ് എന്നുള്ളത് ഈ സിനിമ നമ്മളെ ശരിക്ക് പഠിപ്പിക്കുന്നു, ശരിക്ക് കാണിച്ചു തരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ സിനിമ നന്നായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നന്നായിട്ടില്ല എന്നുള്ളത് വിചാരിക്കേണ്ട. കാരണം ഞാൻ അവസാനം ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ സ്വർണത്തെ ബേസ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു വിഷയം നല്ല രീതിയിൽ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹീറോ ബേസിൽ, അതേപോലെ ഒരു വില്ലൻ ക്യാരക്ടറും അതേപോലെ പോസിറ്റീവ് ക്യാരക്ടറും ഒക്കെ പാടായിട്ട് സജിൻ ഗോപു പറയുന്നത് ആവേശം സിനിമയിലെ നമ്മുടെ അമ്പാനാണ് കേട്ടോ. നന്നായിട്ട് പുള്ളി ആ ഒരു ഭീകരത ഈ സിനിമയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതേപോലെ ബേസിലിൻ്റെ ക്യാരക്ടർ കക്ഷി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്ക് സജിൻ ഗോപുവിൻ്റെ അടുത്ത് ബേസിൽ നിന്ന് കഴിഞ്ഞാൽ ആനേൻ്റെ അടുത്ത് ഒരു പശു നിന്ന പോലെയാണല്ലോ. പക്ഷേ ആ പശു ആനയുടെ അടുത്ത് ഈ സിനിമയിൽ ഒപ്പത്തിനൊപ്പം തർക്കിക്കുകയാണ്, ഒപ്പത്തിനൊപ്പം അങ്ങോട്ട് മുട്ടുകയാണ്. അത് നന്നായിട്ട് തന്നെ ബേസിൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. ബേസിലിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. അവസാന നിമിഷത്തിന് മുമ്പ് വരെ നന്നായിട്ടുണ്ട്. അവസാന നിമിഷം ഞാൻ പിന്നെ പറയാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ആനന്ദ് മന്മഥൻ, ലിജോ മോൾ ജോസാണ് ഈ സിനിമയിലെ ഒരു ഹീറോയിൻ എന്ന് പറയാം. അപ്പോൾ ലിജോ മോളുടെ ഒരു സഹോദരനായിട്ട് വരുന്ന ആനന്ദ് മന്മഥൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കക്ഷി ഒരു ഗൗരവം പിടിച്ച ഒരു പരുക്കൻ ക്യാരക്ടർ, അത് നന്നായിട്ട് ആനന്ദ് മന്മഥൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവസാനം വരെയും പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതേപോലെ തന്നെ ലിജോ മോൾ ജോസ് ആകട്ടെ, അവർ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ ആ ഒരു അവസ്ഥകളെല്ലാം തന്നെ ലിജോ മോൾ ജോസ് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ അവരുടെ അമ്മയായിട്ട് ഒരു അമ്മ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പേരെനിക്ക് അറിയില്ല കേട്ടോ. അവർക്കും ആ ഒരു ഉത്തരവാദിത്തം, കാര്യങ്ങൾ, അതിലുള്ള ഭയാനകമായ അവസ്ഥകൾ, അതൊക്കെ തന്നെ ആ അമ്മ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ദീപക് പറമ്പോൾ, കക്ഷിക്കും ഇതിൽ നല്ലൊരു റോൾ ഉണ്ട് കേട്ടോ. അത് ദീപക് പറമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടർ ബേസിൽ സംസാരിക്കുകയാണെങ്കിൽ പ്രധാന ക്യാരക്ടറുകൾ ചെയ്ത ഇവരൊക്കെ തന്നെ മിന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. കക്ഷി ആ ഒരു കല്യാണ വീട്ടിൽ ഒരു നല്ല മുട്ടുള്ള ഒരു പാട്ടൊക്കെ ഉണ്ട്, അതിന് മ്യൂസിക്കൊക്കെ നന്നായിട്ടുണ്ട്. അതേപോലെ സിനിമയുടെ പകുതി ആകുമ്പോൾ ഒരു നല്ല ത്രില്ലിംഗ് ഉള്ള ഒരു മ്യൂസിക് ഉണ്ട്. ലിജോ മോൾ ജോസൊക്കെ ഒരു ബസ് കയറി പോകുന്ന ഒരു സമയം, അതേപോലെ തോണി കൂടെ പോകുന്ന സമയം, ആ സമയത്തൊക്കെയുള്ള ആ മ്യൂസിക് നല്ല ഗംഭീരമായിട്ട് തന്നെ ജസ്റ്റിൻ വർഗീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ എഡിറ്റർ നിതിൻ രാജാണ്. കക്ഷി ഈ സിനിമയുടെ ഫൂട്ടേജ് കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ ആവശ്യമുള്ള സീനുകളെ മാത്രം കൂട്ടിച്ചേർത്ത് ആകെ 127 മിനിറ്റാണ്
ഈ സിനിമ ഉള്ളത്, 2 മണിക്കൂർ 7 മിനിറ്റും. അപ്പോൾ അതിൽ വേണ്ടാത്ത സീനായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല കേട്ടോ. അതായത് അനാവശ്യമായ എന്തെങ്കിലും എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് എഡിറ്ററുടെ മിടുക്ക് തന്നെയാണ്. അപ്പോൾ കക്ഷി വേണ്ടാത്ത ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി വേണ്ട ഭാഗങ്ങൾ മാത്രം വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ, അതാണ് ഇനി എനിക്ക് പറയാനുള്ളത്. സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ഇൻഡോ ഗോപാലൻ ആൻഡ് ജസ്റ്റിൻ മാത്യു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിൻ്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ. സ്റ്റോറി ഇൻഡോ ഗോപാലനാണ്, സ്ക്രീൻ പ്ലേ ഇവർ രണ്ടുപേരും കൂടിയാണ്. എനിക്കിതിൻ്റെ കഥ അവസാനമായപ്പോൾ ക്ലൈമാക്സ് ഇഷ്ടമായില്ല. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ ഗംഭീരമായിരുന്നു ഈ സിനിമയിൽ. എനിക്ക് തോന്നുന്നത് ആ നോവലിനെ ബേസ് ചെയ്തെടുത്തത് കൊണ്ട് അതിലുള്ള പോലെ തന്നെ ഈ സിനിമയിൽ ഇവർ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. കാരണം നോവൽ ഞാൻ വായിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ഒന്ന് മാറ്റാമായിരുന്നു. ക്ലൈമാക്സിന് മുമ്പ് വരെ ഗംഭീരമാക്കിയിട്ട് അത് എനിക്ക് അവസാനം ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടറിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് എല്ലാവർക്കും നല്ലൊരു തീരുമാനം ലഭിക്കുന്നത് പോലെ ഈ സിനിമയെ ആക്കിയിരുന്നെങ്കിൽ ഈ സിനിമയുടെ ലെവൽ വേറെ ലെവലാകുമായിരുന്നു. അത് ആ ഒരു കാര്യത്തിൽ ഈ സിനിമയിൽ ഞാൻ സംതൃപ്തനല്ല. കാരണം എനിക്ക് അവസാനമായപ്പോഴേക്കും നമ്മളിങ്ങനെ വായും പൊളിച്ച് കണ്ട് ഇരുന്നിട്ട് അവസാനം എത്തുമ്പോൾ അയ്യോ ഇങ്ങനെയായോ എന്ന് തോന്നിപ്പോവില്ലേ? അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ് ഇവർ ഗംഭീരമാക്കിയിട്ടില്ല. എന്തായാലും ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയും നല്ല ത്രില്ലിംഗ് ഉണ്ട്, നല്ല സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, നല്ല മ്യൂസിക് ഉണ്ട്, ക്യാരക്ടർ ബേസിൽ എല്ലാവരും മിന്നിയിട്ടുണ്ട്. ആ ക്ലൈമാക്സിന് മുമ്പ് വരെയുള്ള കഥ നല്ല സ്ട്രോങ് ആണ്, നന്നായിട്ടുണ്ട്. ഇനി ആ ക്ലൈമാക്സ് കൂടി ഇവർ നന്നാക്കിയിരുന്നെങ്കിൽ ഞാൻ 100% പറയുമായിരുന്നു. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ എബോവ് ആവറേജ് ആണ്. അതായത് ആവറേജ് അല്ല, ആവറേജിന് മുകളിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം.